നോക്കിക്കേ ഇവിടെ ആരാ നിൽക്കുന്നേന്ന്. ഇത് നമ്മുടെ ഇരുമ്പൻപുളിയാണ് കേട്ടോ. ഇരുമ്പൻപുളിന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്, തിരുവനന്തപുരത്തൊക്കെ ഇതിനെ പറയുന്നത് പുളിഞ്ചിക്കാന്നാണ് കേട്ടോ. ഈ മരം മൊത്തം ഇരുമ്പൻപുളിയാണ്, നിറയെ നിറയെ ഇരുമ്പൻപുളിയാണ്. ഇത് ശരിക്കും ഇതിന്റെ അടുത്ത് വന്നപ്പോ തന്നെ എനിക്ക് വായിൽ വെള്ളം ഊറുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിനകത്തുനിന്ന് കുറച്ച് പുളിയെടുത്ത് ഇത്തിരി ഉപ്പും മുളകും കൂടി പുരട്ടിയിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇത് നമുക്ക് കറിയൊക്കെ വെക്കാനായിട്ട് വളരെ നല്ലതാണ്. മാങ്ങയുടെ അളിയെന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. മാങ്ങയ്ക്ക് പകരമായിട്ട് നമുക്ക് നമ്മുടെ ഇരുമ്പുളിനെ ഇടാം. നമ്മുടെ ചാളക്കറിയില് ചാള ഇരുമ്പുളി സൂപ്പർ ടേസ്റ്റ് ആണ് കൂട്ടുകാർ, ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വെച്ച് നോക്കണം. അതുപോലെ തന്നെ മാങ്ങാക്കറി, അങ്കമാലിക്കാരുടെ മാങ്ങാക്കറി, അതായത് ഞങ്ങളുടെ മാങ്ങാക്കറി പോലെ തന്നെ ഇരുമ്പുളിയും വെക്കാൻ പറ്റും. സെയിം മാങ്ങാക്കറി വെക്കണ പോലെ തന്നെയാണ് ഇരുമ്പുളി ഇട്ട് വെക്കുന്നത്, മാങ്ങയ്ക്ക് പകരം ഇരുമ്പുളി. പിന്നെ നമുക്ക് ഇവനെ പിടിച്ചിട്ട് അച്ചാറിടാനായിട്ട് പറ്റും. അച്ചാറിടുമ്പോൾ മൂത്ത പുളി പാടില്ല കേട്ടോ. മൂത്ത പുളിയാണെങ്കിൽ ഭയങ്കര പുളിയായി പോവും. പക്ഷെ നമുക്ക് ഇവന്റെ കുഞ്ഞുങ്ങളുണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു പുളികള്, കുഞ്ഞു കുഞ്ഞു പുളികൾ എടുത്തിട്ട് നമുക്ക് അച്ചാറിട്ടാലും സൂപ്പറാണ്. അതുപോലെ തന്നെ ഇത് കുരുകുരുന്ന് അരിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് വെറുതെ കഴിക്കാനും നല്ലതാണ്. ഇനി വേറൊരു ഉപയോഗം കൂടി ഉണ്ട്. നമ്മുടെ ഈ ഇരുമ്പുളിയെ പിടിച്ചിട്ട് കുറച്ച് നന്നായിട്ട് കഴുകിയിട്ട് ഇച്ചിരി ഉപ്പ് വെള്ളത്തിലിട്ടാലും അങ്ങനെ നമുക്ക് കഞ്ഞിക്ക് കൂട്ടാം. കഞ്ഞിക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരണമെങ്കിൽ വെറുതെ ഉപ്പിലിട്ടിട്ട് എടുത്തിട്ട് കഴിക്കുമ്പോൾ അത് കഞ്ഞിക്ക് കൂട്ടുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ നമ്മൾ കഞ്ഞിക്ക് വേണ്ടി കഴിക്കാൻ എടുക്കുമ്പോൾ ഇതിനകത്ത് കുറച്ച് ഉള്ളിയും മുളകും കൂടി ചതച്ചിടണം കേട്ടോ. നമ്മൾ ഉപ്പുമാങ്ങ അങ്ങനെ ചമ്മന്തി അരച്ച് കഴിക്കും. ഇച്ചിരി ഉള്ളിയും ഇച്ചിരി മുളക്, കാന്താരി മുളകാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ. മത്തങ്ങ മുളകാണെങ്കിൽ പറയേ വേണ്ട, കിടുക്കാച്ചി ആയിരിക്കും കഞ്ഞിലൂടെ കഴിക്കാനായിട്ട്. അപ്പൊ നമ്മുടെ ഇരുമ്പുളി വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്നോ. പക്ഷെ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഇരുമ്പുളിക്ക് ഒരു വിലയും നമ്മൾ കൊടുക്കാറില്ല, കാരണം ഇതിങ്ങനെ ഒത്തിരി ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിന് പ്രത്യേകിച്ച് മരുന്നടിക്കാനോ അല്ലെങ്കിൽ ഇതിനൊരു കീടബാധയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും വരാറില്ല. ഇഷ്ടംപോലെ ഉണ്ടാവുകയും ചെയ്യുന്ന തറയിൽ ഇങ്ങനെ വിരിഞ്ഞ് കിടക്കുകയും ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാനും നമ്മുടെ ഇരുമ്പുളി ബെസ്റ്റ് ആണ് കേട്ടോ. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും നമ്മുടെ ഇരുമ്പുളി സഹായിക്കും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നമ്മുടെ ഇരുമ്പുളിനെ ഉപയോഗിക്കത്തില്ല. ഇച്ചിരി അച്ചാറിടാൻ മാത്രം കുറച്ച് ഉപയോഗിക്കും, അല്ലെങ്കിൽ അതിങ്ങനെ വെറുതെ വീണ് കിടന്ന് പോകത്തേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഇരുമ്പുളിനെ ഉണ്ടല്ലോ നമുക്ക് മാങ്ങാത്തോലി പോലെ ഉപയോഗിക്കാം കേട്ടോ. അതും നല്ല ടേസ്റ്റാണ്. മാങ്ങ നമ്മൾ വെയിലത്തിട്ട് ഉണക്കണ പോലെ തന്നെ ഉപ്പ് പുരട്ടിയിട്ട് വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉണക്കമീനും നമ്മുടെ ഇരുമ്പുളി ഉണക്കിയതും കൂടി ഇട്ട് കറി വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പം നമ്മുടെ ഇരുമ്പുളിയുടെ വിശേഷം കുറച്ചെങ്കിലും കൂട്ടുകാരോട് പറഞ്ഞു തരാനായിട്ട് സാധിച്ചു. ഇനി പുതിയ ചെടിയുടെ വിശേഷമായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ ബൈ, താങ്ക്